അതിൽ പിറവി മുതൽ ഏതാണ്ട് 4-5 സിനിമ ലോകപ്രസിദ്ധി ആർജിച്ച തരത്തിലേക്ക് കേരളത്തെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ആ സിനിമകളെ രൂപാന്തരപ്പെടുത്താൻ കഴിയും. സിനിമാ സംവിധായകൻ, ഛായാഗ്രഹൻ എന്ന നിലയിൽ മാത്രമല്ല, ഒരു ഭരണാധികാരിയായിരുന്നത്. ഇപ്പോൾ ഇവിടെ ഏറ്റവും അവസാനം 2 പ്രധാനപ്പെട്ട ചുമതല അത് നിർവഹിക്കുന്നുണ്ടായിരുന്നു. ഒന്ന്, KSFDC ചെയർമാൻ. 4 വർഷം അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച ആളെന്ന നിലയിൽ KSFDCയെ ഇന്ന് ഈ നിലയിലേക്ക് മാറ്റുന്ന വലിയൊരു പങ്കാണ് അത് നിർവഹിച്ചത്. നിലവിലുള്ള തിയേറ്ററുകളെല്ലാം നവീകരിച്ചു, ആധുനികവൽക്കരിച്ചു. പുതിയ ധാരാളം തിയേറ്ററുകൾ, 150 കോടിയുടെ ചിത്രാഞ്ജലി സ്റ്റുഡിയോ, അതിൻ്റെ നവീകരണം, അതിൽ ആദ്യഘട്ടം പൂർത്തീകരിക്കുകയാണ്. KSFDC അതുവഴി സിനിമയ്ക്ക് ഉണ്ടാകേണ്ട വളർച്ച എന്തെല്ലാമാണെന്ന് കൃത്യമായി വിലയിരുത്തിയ ഒരു അഡ്മിനിസ്ട്രേറ്ററായിരുന്നു. അതിൻ്റെ ഒരു ഉദാഹരണം, ഈ സിനിമ നിർമ്മിക്കുന്ന ഉപകരണങ്ങളുടെ ഒരു പ്രദർശനം കേരളത്തിൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. ഗവൺമെൻറ് അതിന് അംഗീകാരം കൊടുത്തു. അങ്ങനെ ഒരു പ്രദർശനം നടന്നപ്പോൾ ലോകത്തിൽ ഇന്ന് കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും ആധുനിക ക്യാമറ മുതൽ എല്ലാ സാങ്കേതിക സംവിധാനങ്ങളും തിരുവനന്തപുരത്ത് ഒരുക്കി. ഇന്ത്യയിലൊരു സ്റ്റേറ്റിൽ നടന്നിട്ടില്ല. ഒരുക്കിയെന്ന് മാത്രമല്ല, നമ്മുടെ ചലച്ചിത്ര മേഖലയിലെ എല്ലാ ആളുകൾക്കും വലിയ തരത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും കഴിയുന്നൊരു പ്രദർശനമാണ്. ഇപ്പോൾ സിനിമ പോളിസി അതിൻ്റെ ചെയർമാനാണ് ഷാജി സാർ. സത്യത്തിൽ എനിക്ക് വലിയ സങ്കടമുണ്ട്. കാരണം ഈ വരുന്ന മാസങ്ങളിൽ, തൊട്ടടുത്ത മാസങ്ങളിൽ അദ്ദേഹം തയ്യാറാക്കിയ സിനിമാ പോളിസി കോൺക്ലേവിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. നിയമസഭയിൽ അത് അവതരിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം ഞാൻ വളരെ ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുന്നൊരു ഘട്ടമാണ്. അതിൽ തന്നെ ഒരു പ്രത്യേകത കാണേണ്ടത്, ഏത് കാര്യത്തിനും 100% പെർഫെക്ഷനാണ്. തിയേറ്റർ നവീകരിച്ചാൽ ഏറ്റവും ഉയർന്ന തരത്തിലുള്ള നവീകരണ സംവിധാനം, ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ നിർമ്മാണം, ഏറ്റവും ഉയർന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ. ഇപ്പം തന്നെ ഈ പോളിസി തയ്യാറാക്കുമ്പോൾ കേരളത്തിലെ എല്ലാ ചലച്ചിത്ര രംഗത്തെ പ്രമുഖരുമായി അദ്ദേഹം ചർച്ച ചെയ്തു. ഇത്രയും വലിയ ഒരു മഹാനായ ഒരു സിനിമാ രംഗത്തെ ഒരു അതികായകനായ പ്രതിഭ വളരെ സാധാരണപ്പെട്ട ഒരു ക്യാമറാമാൻ്റെ മുമ്പിൽ വരെ പോയിരുന്ന് അവരുടെ പ്രശ്നം കേൾക്കാനും ഈ പോളിസിക്കകത്ത് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഷാജൻ ഖാൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു ആത്മസമ്മേളനത്തിൻ്റെയും ഒരു മികച്ച വ്യക്തിത്വമായിരുന്നു. എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി ഇന്നുവരെയും കണ്ടില്ല. ഒരു സ്വാത്വികനായിരുന്നു, ഒരു പരമസ്വാത്വികനായിരുന്നു. 73 വർഷം അദ്ദേഹം ജീവിച്ചു എന്നുള്ള വസ്തുതയാണെങ്കിലും കുറേ കാലം കൂടി അദ്ദേഹം ജീവിച്ച് മലയാള സിനിമയ്ക്കും മലയാളത്തിൻ്റെ സാംസ്കാരിക മേഖലയ്ക്കും ഒരുപാട് സംഭാവനകൾ ചെയ്യാമായിരുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം നടന്ന നമ്മുടെ IFFK അക്കാദമിയും ഈ വർഷം KSFDC സംയുക്തമായി അതിനകത്ത് കുറേയേറെ പ്രോഗ്രാംസ് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തു. അടൂർ ഗോപാലകൃഷ്ണൻ സാറും കമലും അതുപോലെ തന്നെ ഷായി സാർ, ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്ത് കുറേ പുതിയ തലത്തിലേക്ക് ഈ പ്രശ്നത്തെ IFFK മാറ്റി. ഇപ്പോൾ ഏത് കാര്യത്തിലും ഒരു ഷാജി സാറിൻ്റെ ടച്ചുണ്ട്. ഷാജിയൻകാരുടെ ടച്ചില്ലാത്ത ഒരു കാര്യവും മലയാള സിനിമയ്ക്കകത്ത് കഴിഞ്ഞ 4 വർഷക്കാലം സംഭവിച്ചിട്ടില്ല. എല്ലാ കാര്യത്തിലും ടച്ചുണ്ട്. പിന്നെ ഏത് കാര്യത്തിലും വളരെ മികവോടുകൂടി പ്രശ്നങ്ങളുണ്ടായാൽ അത് പരിഹരിക്കാനുള്ളൊരു ഇടപെടി. ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ, ക്രൈസിസുകൾ ഈ സിനിമാ രംഗത്ത് അടുത്ത സമയത്തൊക്കെ വന്നു. ആ സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ വാക്കുകളും അഭിപ്രായങ്ങളും സർക്കാർ കേൾക്കുകയും ആ വാക്കുകളും അഭിപ്രായങ്ങൾക്കും വലിയ പ്രാധാന്യം കൊടുക്കുകയും എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകാനും സിനിമയെ നല്ലൊരു ഇൻഡസ്ട്രിയാക്കി ഡെവലപ്പ് ചെയ്യാനും വലിയൊരു പങ്കാണ് ഷാജി സാർ നിർവഹിച്ചത്. മലയാള ചലച്ചിത്ര ലോകത്തും ഇന്ത്യൻ ചലച്ചിത്ര ലോകത്തിനും തീരാ നഷ്ടം, ഒരു സംശയം വേണ്ട. അതുല്യനായ ഒരു കലാകാരൻ്റെ വേർപാട്, അതിലുള്ള ദുഃഖവും അനുശോചനവും ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു.